ശരിക്കും നിങ്ങൾക്ക് നല്ല രീതിയിൽ റവന്യൂ ഉണ്ടാക്കണം, നല്ലൊരു ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കംഫർട്ട് സോണിനകത്തിൽ നിന്ന് ചെയ്യുന്ന ബിസിനസ്സുകളല്ല എപ്പോഴും നല്ല രീതിയിൽ വിജയിക്കുക. കംഫർട്ട് സോണിനകത്തിരുന്ന ബിസിനസ്സുകൾക്ക് പ്രത്യേകത വെച്ചാൽ നിങ്ങളെപ്പോലെ നിങ്ങളെപ്പോലെ ഒരു 1000 ആൾക്കാരുണ്ടാവും ഇതേ കംഫർട്ട് സോണിൽ അതേ ടൈപ്പ് ഓഫ് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ. അതിൽ നിന്നും ഒരു സ്റ്റെപ്പ് മാറി നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ട് പോകുമ്പോൾ അവിടെയാണ് ശരിക്കും ഐഡിയൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുന്നത്. ബ്ലൂ ഓഷൻ സ്ട്രാറ്റജി പറയുന്നത് തന്നെയാണ്, യു ഹാവ് ടു ക്രിയേറ്റ് യുവർ ഓൺ ബ്ലൂ ഓഷൻ. ഇപ്പം ആമസോൺ സെല്ലിങ്, ഫ്ലിപ്കാർട്ട് സെല്ലിംഗ് എന്നൊക്കെ പറയുന്നത് ഇന്ത്യയിൽ തന്നെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ചെയ്യുന്നുള്ളൂ. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ചെയ്യുന്നുള്ളൂ. അതിലും ഒരു വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ചിലത് കുറേ സെഗ്മെൻറ്റ്സുകളുണ്ട്. അതിലൊരു മൈക്രോ നീഷ് കണ്ടെത്തിയിട്ട് നിങ്ങളതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്കൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളതായിട്ടുള്ള കസ്റ്റമറെ നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നോബഡി ക്യാൻ സ്റ്റോപ്പ് യു. പക്ഷേ എന്താണ് നിങ്ങൾ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നത്? എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നില്ല? കുറേ ഹേർഡിൽസുകളുണ്ട്. ഫസ്റ്റ് ഹേർഡിൽസ് എന്ന് പറഞ്ഞാൽ GST എടുക്കണം. മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ വിചാരിക്കുന്നു ഇതൊരു തലവേദനയാണ്. ഇതൊന്നും ഒരു തലവേദന അല്ല. കൃത്യമായിട്ടുള്ള നോളജ് ഇല്ലാത്തതുകൊണ്ടാണ് ഇത് തലവേദന എന്ന് പറയുന്നത്. കറക്റ്റ് കിട്ടിയോ? അപ്പം ആ ഹാർഡിൽസ് മറികടന്ന് ഒരു നല്ലൊരു പ്രൊഡക്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ദർ ഇസ് എ ലോട്ട് ഓഫ് മെത്തേഡ്, ഒരുപാട് മെത്തേഡുകളുണ്ട് പ്രൊഡക്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ. അത് അറിയാത്തതുകൊണ്ടാണ് പ്രൊഡക്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റാത്തത്. ഒരു ബ്രാൻഡിങ് ചെയ്യണം, ഈ പ്രൊഡക്റ്റിനെ നന്നായിട്ട് ബ്രാൻഡ് ചെയ്യണം. ഇത് അറിയാത്തത് കൊണ്ടാണ് എങ്ങനെ ബ്രാൻഡ് ചെയ്യണം, എങ്ങനെ ഒരു ബ്രാൻഡ് നെയിം കണ്ടെത്തുന്നത് അറിയാത്തത് കൊണ്ടാണ് അവർക്ക് ഹർഡിലായിട്ട് പോകുന്നത്. പക്ഷേ ഇതൊക്കെ ഒരു 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 നിങ്ങളുടെ എന്താ പറയുക ചെറിയ സിമ്പിൾ ഹർഡിൽസ് ആണ്. പക്ഷേ ഇതൊക്കെ കൃത്യമായിട്ട് മറികടന്ന് നിങ്ങളുടെ കംഫർട്ട് സോണിന് പുറത്തിരുന്നിട്ടാണ് നിങ്ങളുടെ ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതെങ്കിൽ ആ ബിസിനസ് ഓട്ടോമാറ്റിക്കലി റൺ ചെയ്യേണ്ട ഒരു പവർഫുൾ എന്ന് പറഞ്ഞ ഒരു സെൽബും ഈ ഒരു മാർക്കറ്റ് പ്ലേസ് സെല്ലിങ്ങിനുണ്ട്. യൂസ് ദാറ്റ് ആൻഡ് ഗ്രോ യുവർ ബിസിനസ്. തിങ്ക് അബൌട്ട് ഇറ്റ് ആൻഡ് ഡു നോ.